കൂട്ടുകാരെ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് നല്ലൊരു ദോശയാണ് കേട്ടോ. ദോശയുടെ കൂടെ ചമ്മന്തിയൊക്കെ കൂട്ടി കഴിക്കാൻ എല്ലാവർക്കും ഇഷ്ടമാണില്ലേ. ഇന്ന് നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടും എന്നാൽ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു അടിപൊളി ദോശ തയ്യാറാക്കിയെടുക്കാം. തട്ടുകടയിൽ നിന്നൊക്കെ കിട്ടുന്ന തട്ടുദോശയാണ് കേട്ടോ ഉണ്ടാക്കാൻ പോണത്. കുറച്ച് സമയം വെച്ചിരുന്നാലും വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ദോശയാണിത്. ഇത് തയ്യാറാക്കുന്നതിന് ആദ്യം നമുക്ക് ബാറ്റർ തയ്യാറാക്കിയെടുക്കാം. അതിനാവശ്യമുള്ള അരിയുടെയും ഉഴുന്നിൻ്റെയും ഉലുവയുടെയൊക്കെ അളവ് നമുക്ക് നോക്കാം കേട്ടോ. സാധാരണ ഒരു കുപ്പി ഗ്ലാസ്സിലാണ് ഞാനിപ്പോൾ അളവ് കാണിച്ചു തരുന്നത്. അവരവരെ ഇഷ്ടം പോലെ എടുക്കാം കേട്ടോ. ആദ്യം നമുക്ക് കുത്തരി ഇല്ലേ, അതാണ് ഒരു ഗ്ലാസ്സിൽ ഞാൻ എടുത്തിട്ടുള്ളത്. കുത്തരി ഇല്ലെങ്കിൽ ഇഡ്ഡലി റൈസ് ഉപയോഗിക്കാം കേട്ടോ. പിന്നെ സാധാരണ പച്ചരിയാണ്, നമ്മൾ ദോശയ്ക്കൊക്കെ ഉപയോഗിക്കുന്ന പച്ചരിയില്ലേ, അത് ഒരു ഗ്ലാസ് എടുത്തു. പിന്നെ 1/4 ഗ്ലാസോളം ഉഴുന്ന് മാത്രം ചേർത്താൽ മതി കേട്ടോ. ഉഴുന്നിൻ്റെ അളവ് കൂടരുത്. പിന്നെ 1 സ്പൂൺ ഉലുവയും കൂടിയാണ് വേണ്ടത്. ഈ റേഷ്യോയിലാണ് കേട്ടോ നമുക്ക് ബാറ്റർ തയ്യാറാക്കാനായിട്ട് കുതിർത്തെടുക്കേണ്ടത്. അരി എത്ര എടുക്കുന്നോ അതിൻ്റെ അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച് അളവുകൾ എടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഗ്ലാസ്സിൽ കാണിച്ചു എന്നേ ഉള്ളൂ. ഇനി നമുക്കിതെല്ലാം നന്നായിട്ടൊന്ന് കുതിർത്തെടുക്കണം. ഉഴുന്ന് ഒരു കാരണവശാലും കൂടരുത് കേട്ടോ. സാധാരണ ദോശയുടെ പോലെ പാടില്ല. ഇനി നമുക്ക് അരിയും പച്ചരിയും പുഴുക്കലരിയും എല്ലാം നല്ലപോലെ കഴുകിയതിന് ശേഷം വെള്ളത്തിൽ കുതിർക്കാൻ ഇട്ട് വെക്കാം കേട്ടോ. അതിൽ പൊടിയും മണ്ണും അഴുക്കെല്ലാം നന്നായിട്ട് കഴുകി കളഞ്ഞിട്ട് വേണം കുതിർക്കാനായിട്ട് ഇടാം. ഞാനിവിടെ രാവിലെ കുതിർക്കാനിട്ടിട്ട് വൈകിട്ടാണ് അരയ്ക്കുന്നത് കേട്ടോ. കുത്തരിയും ഉലുവയും കൂടി ഞാൻ ഒരു പാത്രത്തിലിട്ടു കേട്ടോ. നമ്മൾ 2-3 പ്രാവശ്യമൊക്കെ ആയിട്ടല്ലേ അരച്ചെടുക്കുക, അപ്പോൾ ഒരുമിച്ചിടണ്ട. കുത്തരി അരച്ചെടുക്കാൻ കുറച്ച് താമസം ഉണ്ടാവുമല്ലോ. നന്നായിട്ട് കുതിർത്തിട്ടുണ്ട്. കഴുകി വൃത്തിയാക്കി ഇട്ടതുകൊണ്ട് ആ വെള്ളത്തിൽ തന്നെയാണ് ഞാൻ അരച്ചെടുക്കുന്നത്. പച്ചരിയും നന്നായി കഴുകി വൃത്തിയാക്കിയിട്ട് തന്നെയാണ് ഇട്ടത് കേട്ടോ. ഇനി വേണ്ടത് നമുക്കൊരു 1/4 കപ്പോളം ചോറാണ് കേട്ടോ. ചൂടാറിയിട്ടുള്ള ചോറ് വേണം ചേർക്കാൻ. ഇനി നമുക്ക് അല്പാൽപ്പായിട്ട് ഇതൊക്കെ ഒന്ന് അരച്ചെടുക്കാം കേട്ടോ. ഉഴുന്നരയ്ക്കുമ്പോൾ നന്നായി ചൂടാവണ്ട, അപ്പം മാവ് പതച്ച് പൊങ്ങാൻ പ്രയാസമാവും. കുറേശ്ശെ ഞാൻ അരച്ചെടുത്തു. മറ്റൊരു ബൗളിലേക്ക് മാറ്റുന്നുണ്ട് കേട്ടോ. കൂടുതൽ വെള്ളമൊന്നും വേണ്ട. രാവിലെ 9 മണിക്ക് വെള്ളത്തിലിട്ടിട്ട് ഒരു 7 മണിക്കാണ് കേട്ടോ ഞാനിത് അരച്ചെടുക്കുന്നത്. ഒരു 8 മണിക്കൂറെങ്കിലും നന്നായി കുതിർത്തതിന് ശേഷം ഉലുവയുടെ ഉഴുന്നിൻ്റെ ഒന്നും വെള്ളം കളയണ്ട, നന്നായി കഴുകിയിട്ട് വേണം വെള്ളത്തിലിട്ട് കുതിർക്കാൻ എന്ന് പറഞ്ഞല്ലോ. എന്നിട്ട് നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. ഉഴുന്നൊന്നും അങ്ങ് ചൂടായി പോകണ്ട. മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് ശ്രദ്ധിച്ച് നല്ലപോലെ അരച്ചെടുക്കണം കേട്ടോ. ഞാനിപ്പോൾ രാത്രിയാണിത് അരച്ച് ബൗളിലേക്ക് മാറ്റിയിട്ടുള്ളത്. അപ്പോൾ കുറച്ച് ലൈറ്റിൻ്റെ പ്രശ്നമുണ്ടേ, അതുകൊണ്ടാണ്. ഇത് നന്നായിട്ടൊരു കയ്യിൽ വെച്ച് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം നമ്മുടെ കൈ വെച്ചിട്ട് നല്ലപോലെ മിക്സ് ചെയ്യണം കേട്ടോ. ഈ മാവ് കൈ വെച്ച് മാവ് മിക്സ് ചെയ്തിട്ട് നമ്മൾ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ നന്നായിട്ട് പുളിച്ച് പൊങ്ങി വരും. എല്ലാവർക്കും അറിയാലോ. ഇനി നല്ല തണുത്ത സ്ഥലമാണെങ്കിൽ ഈസ്റ്റൊക്കെ ഇട്ട് കൊടുത്തോളൂ കേട്ടോ. ഒരല്പം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തു. എന്നിട്ട് ഞാനിത് അടച്ചു വെച്ചു. അടച്ചു വെച്ചിട്ട് രാവിലെയാണ് കേട്ടോ ഇത് തുറന്ന് നോക്കുന്നത്. രാവിലെ നമുക്ക് എടുത്ത് നോക്കിയാൽ ഇതാ നല്ലപോലെ മാവ് പൊളിച്ച് പൊങ്ങി വന്നിട്ടുണ്ട്. കണ്ടില്ലേ, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ദോശ ഉണ്ടാക്കാം. മാവ് കാണുമ്പോഴേ മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ. എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്ത് കാണണേ, ഹൈപ്പും കൂടി ചെയ്യണം കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചെയ്യാനും മറക്കല്ലേ. ഇനി നമുക്ക് ഇതിലേക്ക് ഒരല്പം ഉപ്പ് ചേർത്ത് കൊടുക്കാം, ദോശയുടെ ആവശ്യത്തിനുള്ളത് കേട്ടോ. പിന്നെ ചട്നിയിലോ അല്ലെങ്കിൽ നമ്മൾ തക്കാളി ചട്നിയൊക്കെ ഉണ്ടാക്കുമ്പോൾ അതിൽ ഉപ്പുണ്ടാവില്ലേ, അപ്പോൾ അത് നോക്കിയിട്ട് ചേർത്താൽ മതി. തലേ ദിവസം ഉപ്പിട്ട് ഇട്ട് വെച്ച് കഴിഞ്ഞാൽ കൂടുതൽ പുളിപ്പ് തോന്നുന്നുണ്ട് എനിക്ക് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ രാവിലെയാണ് മാവ് പതച്ച് പൊങ്ങി മിക്സ് ചെയ്യുന്ന സമയത്ത്, ദോശ ചുടുന്ന സമയത്താണ് ഞാനിതിലേക്ക് ഉപ്പ് ചേർത്തത് കേട്ടോ. എന്നിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കിയെടുക്കാം. എന്നിട്ടൊരു പാൻ ചൂടാക്കി അതിലേക്ക് 1 തവി മാവ് ഒഴിച്ചു കൊടുക്കണം. എന്നിട്ട് ജസ്റ്റ് ഒന്ന് ഇതേപോലെ ഒന്ന് പരത്തിയാൽ മതി, കൂടുതൽ പരത്തണ്ട കേട്ടോ. അല്പസമയം വെച്ചിരുന്നാൽ നിറയെ ഹോൾസുകൾ വരും കേട്ടോ. ഇതേപോലെ നിറയെ ഹോൾസുകൾ വരട്ടെ. ഇത് നമുക്ക് അടച്ചു വെച്ചിട്ട് വേണമെങ്കിലും വേവിച്ചെടുക്കാം, മറിച്ചിട്ടിട്ട് വേണമെങ്കിലും വേവിക്കാം. ഞാൻ 2 തരത്തിലും ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതിലേക്ക് ഒരല്പം നെയ്യൊക്കെ വേണമെങ്കിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇത്രയേ ഉള്ളൂ. ഒരു അടിപൊളി തട്ടുദോശ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരുടെ അഭിപ്രായം പറയണം. വീണ്ടും നമുക്ക് മറ്റൊരു വീഡിയോയുമായി കാണാം കേട്ടോ.